ഹായ് ഓൾ, അസ്സാമു അലൈക്കും, വെൽക്കം ബാക്ക്. അസർബൈജാൻ ഡേ 3 കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ സ്നോ കാണാൻ വേണ്ടിയിട്ട് ഷഹദാഗിലേക്കാണ് കേട്ടോ പോകുന്നത്. അടുത്തേക്ക് പോകുന്ന വഴിയിലെ കുറച്ച് സ്ഥലങ്ങളാണ് കേട്ടോ ഇതെല്ലാം. നല്ല രസമില്ലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ആ ടൈമിൽ ഇതൊക്കെ വീഡിയോ എടുത്തത്. നിങ്ങൾക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. നമുക്ക് ഇവിടെ നിർത്താനൊന്നും ടൈം ഉണ്ടായിട്ടാട്ടോ. കാരണം ലേറ്റായാൽ പിന്നെ നമുക്ക് അവിടെ എത്താനും പറ്റില്ല. പിന്നെ അതുമാത്രമല്ല, ഈ ഒരു ടൈമിൽ നമ്മൾ സ്നോയിൽ ഇറങ്ങുവാണെങ്കിൽ നല്ല തണുപ്പുള്ള സമയമായിരിക്കുമല്ലോ. പക്ഷേങ്കിൽ സണ്ണുള്ളതുകൊണ്ട് തന്നെ ആ ഒരു ചൂട് തണുപ്പിനെ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ലേറ്റ് ആയാലും കാര്യം നടക്കില്ല എന്നുള്ള രീതിയിൽ പോകുന്ന വഴിയിൽ എവിടെയും നിർത്തിയിട്ടുണ്ടായിട്ടാ. അപ്പോൾ ഇതാ നമ്മളങ്ങനെ ഷഹദാഗിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം പോകുന്ന വഴിയിലെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ അതൊക്കെ. അപ്പോൾ ഇതാ നമ്മളങ്ങനെ അവിടെ എത്തിയിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ ഇതിൻ്റെ മുമ്പിൽ നിന്ന് കുറച്ച് ഫോട്ടോസെല്ലാം എടുത്തിട്ടാണ് കേട്ടോ ഉള്ളിലേക്ക് കയറിയത്. അപ്പോൾ ഇതാണ് കേട്ടോ ഷഹദാഗ് മൗണ്ടൻ റിസോർട്ടിൽ കയറിയ പാടുള്ളൊരു വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇറങ്ങണം എന്നുണ്ടെങ്കിൽ ടിക്കറ്റ് എടുക്കണം കേട്ടോ. അല്ലാതെ നമുക്ക് കയറിയ ഉടനെ തന്നെ സ്നോയിൽ ഇറങ്ങാനൊന്നും പറ്റില്ല. നമ്മൾ കേബിൾ കാറിനുള്ള ടിക്കറ്റ് എടുത്തിട്ട് മൗണ്ടൻ്റെ മുകളിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്നാണ് കേട്ടോ സ്നോയിലെല്ലാം കളിച്ചത്. അപ്പോൾ ഇതാ നമ്മളെല്ലാവരും കേബിൾ കാറിൽ കയറിയിട്ട് മൗണ്ടൈൻ്റെ മുകളിൽ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അവിടെ ഇറങ്ങിയ ഉടനെ തന്നെ എല്ലാവരും സ്നോയിൽ കളിക്കായിരുന്നു കേട്ടോ. പിന്നെ ഫോട്ടോസ് എടുക്കലും വീഡിയോസ് എടുക്കലും അങ്ങനെയായി. നമ്മൾ ഈ സ്നോയിൽ കളിക്കുമ്പോഴും നല്ല വെയിലുള്ളത് കൊണ്ട് തന്നെയില്ലേ നമുക്ക് തണുപ്പ് അത്ര ഫീൽ ചെയ്യുന്നുണ്ടായിട്ടാ. അപ്പോൾ അതാണ് മെയിനായിട്ട് നമുക്കൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. വെയിലുള്ളതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായിട്ടായിരിക്കും. പക്ഷെ ഒരു 4 മണിക്ക് ശേഷം പിന്നെ അവിടെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയ്ക്ക് അത്രയും തണുപ്പായി. പിന്നെ സ്നോ കുറച്ച് സ്ലിപ്പി ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് പേര് താഴെ തന്നെ നിൽക്കുമായിരുന്നു. സാത്താർച്ചവും പിള്ളേരും കൂടി അങ്ങനെ മുകളിൽ കയറുന്നത് തന്നിട്ടാ നിങ്ങളെ കാണുന്നത്. അപ്പോൾ ഇതാ നമ്മളങ്ങനെ സ്നോയിലെല്ലാം കളിച്ചിട്ട് തിരിച്ച് കേബിൾ കാറിൽ തന്നെ താഴേക്ക് വരികയാണ് കേട്ടോ.
പിന്നെ നമ്മൾ അവിടുന്ന് കുറച്ച് ഫുഡെല്ലാം കഴിച്ചിട്ടുണ്ടായിന്. ഇത് പിസ്സയും പിന്നെ അതുപോലെ സ്റ്റഫ്ഡ് പൊട്ടറ്റോ കൊണ്ടുണ്ടായിന്. അതായത് പൊട്ടറ്റോ, സ്വീറ്റ് പൊട്ടറ്റോ ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ വെജിറ്റബിൾസൊക്കെ ചീസൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സംഭവം അതാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിച്ച് പിന്നെയാണ് നമ്മൾ ഞാൻ ഒഴികെ ബാക്കി എല്ലാവരും കോസ്റ്ററിൽ കയറാൻ വേണ്ടിയിട്ട് പോയിട്ടാണ്. ഞാൻ പൊതുവേ റൈഡ്സിലും കാര്യങ്ങളിലൊന്നും കയറൂല. അപ്പോൾ ഈ റൈഡിൽ കൂടി കയറിയതിന് ശേഷം നമ്മളെല്ലാവരും തിരിച്ച് റൂമിലേക്ക് മടങ്ങുക, എന്നിട്ട് ആ ഹോട്ടലിലേക്ക് മടങ്ങാണ്. അപ്പോൾ നമ്മൾ തിരിച്ച് ഹോട്ടലിലേക്ക് വരുന്ന വഴിയിൽ ഒരു ഷീപ്പിൻ്റെ തന്നെ ഒരു കൂട്ടം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. നമ്മൾ സാധാരണ ഇതൊക്കെ ടി വിയിലല്ലേ കണ്ടുപരിചയമുള്ളൂ, അപ്പോൾ നേരിട്ട് കാണുമ്പം നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എടുത്തൊരു ക്ലിപ്പാണ് കേട്ടോ ഇത്. അപ്പോൾ പിന്നെ പിറ്റേന്ന് ഒരു മോർണിംഗ് ആണ് നമ്മൾ തിരിച്ച് UAE വന്നത് കേട്ടോ. അപ്പം നമ്മളുടെ അസർബൈജാൻ ട്രിപ്പിലെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോസ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.